തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറാകാൻ വി വി രാജേഷിനെ മേയർ സ്ഥാനാർത്ഥിയായി ബിജെപി പ്രഖ്യാപിച്ചു. ബിജെപി സംസ്ഥാന സെക്രട്ടറിയായ വി രാജേഷ് കൊടുങ്ങാനൂർ വാർഡിൽ നിന്നാണ് വിജയിച്ചത്. GS ആശാനാഥാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി. ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ മേയർ സ്ഥാനാർത്ഥിയായി നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക മുൻ ജില്ലാ അധ്യക്ഷനുമായിട്ടുള്ള ശ്രീ വി രാജേഷ് കോർപ്പറേഷൻ നഗരസഭയിൽ BJPയുടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് മൂന്നാമത്തെ പ്രാവശ്യം കൌൺസിലറായി വിജയിച്ചു വന്ന പ്രിയപ്പെട്ട ആശാനാഥാണ് നമ്മുടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. അനിശ്ചിതത്വങ്ങൾക്കും സസ്പെൻസിനും ഒടുവിൽ വി രാജേഷിനെ തിരുവനന്തപുരം നഗരസഭയുടെ മേയർ സ്ഥാനാർത്ഥിയായി BJP പ്രഖ്യാപിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷാണ് പ്രഖ്യാപനം നടത്തിയത്. രാജീവ് ചന്ദ്രശേഖരന്റെ BJP സംസ്ഥാന അധ്യക്ഷന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പ്രഖ്യാപനം. R ശ്രീലേഖയുടെ പേര് ആദ്യഘട്ടം മുതൽ വി രാജേഷിന്റെ പേരിനൊപ്പം തന്നെ സജീവമായി ഉണ്ടായിരുന്നു. ഇന്ന് ഉച്ചവരെ ശ്രീലേഖയുടെ പേരിനായിരുന്നു മുൻതൂക്കവും. എന്നാൽ അതിശക്തരായ പ്രതിപക്ഷ നിരയുണ്ടാകും. അത് LDFന്റെയും UDFന്റെയും അതിശക്തരായ നേതാക്കൾ കൌൺസിലുണ്ടാകും. അത്തരമൊരു കൌൺസിലെ നിയന്ത്രിക്കാൻ രാഷ്ട്രീയ പരിചയമുള്ള ഭരണപരിധിനപ്പുറത്തേക്ക് രാഷ്ട്രീയ പരിചയമുള്ള നേതാവ് തന്നെ വേണം. അങ്ങനെയാണ് BJPയുടെ സംസ്ഥാന സെക്രട്ടറിയായ കൊടുങ്ങാനൂർ വാർഡ് കൌൺസിലർ വി രാജേഷിന്റെ പേരിലേക്ക് നേതൃത്വം എത്തിച്ചേർന്നത്. കരിമം നിന്ന് ജയിച്ചു വന്ന ആശാനാഥാണ് ഡെപ്യൂട്ടി മേയർ. തുടർച്ചയായ മൂന്നാം തവണയാണ് ആശയും കൌൺസിലിലേക്ക് എത്തുന്നത്. ഏതായാലും R ശ്രീലേഖ എന്ന പേര് തന്നെയായിരുന്നു മുൻതൂക്കമെന്ന് നേരത്തെ സൂചിപ്പിച്ചു. അതിന്റെ അടിസ്ഥാനം സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ R ശ്രീലേഖയുടെ പേരിന് ഉറച്ചു നിൽക്കുകയായിരുന്നു. ശ്രീലേഖയെ മേയർ സ്ഥാനത്തെ പ്രഖ്യാപിക്കാൻ അദ്ദേഹം തയ്യാറെടുത്തതാണ്. പക്ഷേ അതൊരു ഏകപക്ഷീയ തീരുമാനമെന്ന് പറഞ്ഞ് സംസ്ഥാനത്തെ K സുരേന്ദ്രൻ, V മുരളീധരൻ തുടങ്ങിയ പ്രധാന നേതാക്കൾ തന്നെ കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചതാണ് ലഭിക്കുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം പുനഃപരിശോധിക്കാൻ രാജീവ് ചന്ദ്രശേഖർ നിർബന്ധിതമായത്. തലസ്ഥാന നഗരഭരണം ലഭിക്കുമ്പോൾ വലിയ വെല്ലുവിളി കൂടിയാണ് അത് എന്ന നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. അങ്ങനെ ആ വലിയ ഒരു ഞാണിന്മേൽ കളിയായി തന്നെ കൊണ്ടുപോകേണ്ട ഭരണത്തെ പിടിച്ചു നിർത്താൻ അതിനെ നേരെ കൊണ്ടുപോകാൻ രാജേഷിനെ പോലെ പരിസമ്പന്നയാൾ തന്നെ വേണമെന്ന തീരുമാനത്തിലേക്ക് അങ്ങനെ ദേശീയ നേതൃത്വം എത്തിച്ചേരുകയായിരുന്നു. അങ്ങനെയാണ് ശ്രീലേഖയുടെ പേര് വെട്ടി വി രാജേഷ് എന്ന BJPയുടെ സംസ്ഥാന സെക്രട്ടറി, നേരത്തെ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നയാളാണ് രാജേഷ്. BJPയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായിരുന്നയാളാണ് രാജേഷ്. അത്തരം പ്രധാനപ്പെട്ട നേതാവിനെ തന്നെ നഗരഭരണം ആറ്റുനോറ്റ് കാത്തിരുന്ന് കിട്ടിയ നഗരഭരണം കൊണ്ടുപോകാൻ BJP ചുമതലപ്പെടുത്തുകയാണ്. വി രാജേഷിനെ സഹായത്തിന് ഡെപ്യൂട്ടി മേയറായി ആശാനാഥും ഉണ്ടാകും. നാളെയാണ് മേയർ തിരഞ്ഞെടുപ്പെങ്കിലും 50 കൌൺസിലർമാരുടെ ഉറച്ച പിന്തുണ BJPക്കുണ്ട്. ജനങ്ങളുടെ നികുതി പണം കൊണ്ട് കാറിൽ യാത്ര ചെയ്യുമ്പോൾ, ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ഒരു ഓഫീസ് സിസ്റ്റം ഫംഗ്ഷൻ ചെയ്യുമ്പോഴേക്ക് അവരാണ് അതിന്റെ ഉടമസ്ഥകൾ, അവകാശികൾ. നമ്മൾ പൊതുപ്രവർത്തകർ കുറേയൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തയ്യാറാകണം. നമുക്ക് ചിലപ്പോൾ നല്ല ടെൻഷനുള്ള സമയത്ത് അവരൊന്ന് ഫോൺ ചെയ്യും, നമ്മൾ ഫോൺ എടുക്കണം, നമ്മൾ അവർ മറുപടി വിടണം. ഈ തരത്തിൽ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ അതിനുവേണ്ടിയാണ് പ്രയത്നിക്കുന്നത്. ആർക്കും അവരുടെ വീട് പോലെ കടന്നു വരാൻ സാധിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ മാറണം, ജനകീയ സ്ഥാപനമായി മാറണം. 2 സ്വതന്ത്രന്മാരിൽ ഒരാളുടെ പിന്തുണയും ഇതിനകം BJP ഉറപ്പാക്കിയിട്ടുണ്ട്. അങ്ങനെ 51 എന്ന മാജിക്കൽ ഫിഗറിലേക്ക് BJP എത്തി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അനായാസം ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് പ്രതീക്ഷ. വളരെ അപ്രതീക്ഷിതമായിട്ട് പാർട്ടി എന്നിൽ തന്നിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണിത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കൌൺസിൽ യോഗമാണ് നമുക്കിവിടെ ഇന്ന് നടക്കാനിരുന്നത്. ആ കൌൺസിൽ യോഗത്തിന് ഒരു 5 മിനിറ്റ് മുമ്പാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ പാർട്ടി ഇങ്ങനെ ഒരു ഉത്തരവാദിത്തം നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്നതിൽ താല്പര്യക്കുറവൊന്നും ഇല്ലല്ലോ എന്നാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും പാർട്ടി പറഞ്ഞാൽ ഏതൊരു പ്രവർത്തകനെ പാർട്ടി പറയുന്ന അനുസരിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത്രയും വലിയൊരു ഉത്തരവാദിത്വം എനിക്ക് തന്നതിൽ ഒരുപാട് സന്തോഷവും അതിനേക്കാൾ ഉപരി ആത്മവിശ്വാസവുമുണ്ട്. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടി യുവാക്കൾക്കും സാധാരണക്കാർക്കും ഇത്രത്തോളം പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്നുള്ളതിന് ഞാനാണ് ഏറ്റവും വലിയ ഒരു ഉദാഹരണം ഈ അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ അതിന് ഒരുപാട് ഒരുപാട് കടപ്പെട്ടിരിക്കുക. ശക്തമായ പ്രതിപക്ഷത്തെ ക്രിയാത്മക പ്രതിപക്ഷമായി കാണാനാണ് എനിക്ക് ഇഷ്ടമെന്ന് വി രാജേഷ് പറയുന്നു. വികസന സ്വപ്നങ്ങളാണ്, വലിയൊരു വികസന സ്വപ്നങ്ങളാണ് BJPയും വി രാജേഷും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നത്. 45-ാം ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി ഈ തലസ്ഥാന നഗര വികസനത്തിന്റെ പുത്തൻ പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്നും BJP വ്യക്തമാക്കുന്നു.